അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇൻ ത്വല്ലഖഹാ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. ഫഇൻ ത്വല്ലഖഹാ ഫലാ ജുനാഹ അലൈഹിമാ അൻ യതറാജഅ فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. صدق الله العلي العظيم. കഴിഞ്ഞ ആയത്തിൽ ത്വലാഖിനെക്കുറിച്ചും ഖുലൈനെക്കുറിച്ചുമായിരുന്നു നമ്മൾ സംസാരിച്ചത്. ത്വലാഖ് 2 തവണയാണ്. അത്വലാഖു മറത്താൻ. 2 തവണ ത്വലാഖ് ചൊല്ലിയാൽ തിരിച്ചെടുക്കാം. ഇദ്ദയുടെ പീരീഡിൽ തിരിച്ചെടുക്കാം. ഇനി അതല്ല, ഫിദിയ നൽകിക്കൊണ്ട് മോചനം ആവശ്യപ്പെടുന്ന ഭാര്യയ്ക്ക് ഭർത്താവ് മോചനം നൽകാം. അതിനെയാണ് നമ്മൾ സാങ്കേതികമായിട്ട് ഖുൽ എന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭർത്താവിന് തിരിച്ചെടുക്കാൻ കഴിയില്ല. അള്ളാഹു നിർണയിച്ച പരിധികളാണിത്. അള്ളാഹുവിൻ്റെ പരിധികളെ ലംഘിക്കരുത്. അങ്ങനെ ചെയ്യുന്നവർ ലാലിമീങ്ങളാണ്. തുടർന്ന് അള്ളാഹു പറയുകയാണ്, ഫൈൻ ത്വല്ലഖഹ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. ഇനി അവനവളെ അൾട്ടിമേറ്റ്ലി വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, അഥവാ 3ാമത്തെ തവണയും വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ, ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. അവളെ അവന് ഹലാലല്ല, അഥവാ അവനവളെ തിരിച്ചെടുക്കാൻ കഴിയില്ല. മിൻ ബഅദു, അങ്ങനെ ത്വലാഖ് ചെയ്തതിന് ശേഷം, അതായത് 3ാമത്തെ തവണയും ത്വലാഖ് ചെയ്തതിന് ശേഷം തിരിച്ചെടുക്കാൻ സാധ്യമല്ല. ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, മറ്റൊരാളെ അവൾ നിക്കാഹ് ചെയ്യാതെ, മറ്റൊരാളെ നിക്കാഹ് ചെയ്ത് ആ നിക്കാഹിന് ശേഷം അവൾ വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ മാത്രമേ ആദ്യത്തെ ഭർത്താവിന് തിരിച്ചെടുക്കാൻ കഴിയൂ. നിക്കാഹ് എന്ന പദം 2 അർത്ഥത്തിൽ ഉപയോഗിക്കും. അതിൻ്റെ ഭാഷാർത്ഥം അല്ലമ്മു വൽ ഇജ്തിമാഉ എന്നാണ്. കൂടിച്ചേരുക, പരസ്പരം യോജിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതിൽ നിന്നാണ് തനാക്കഹത്തിൽ അസ്ജാറു, മരങ്ങൾ പരസ്പരം നിക്കാഹ് ചെയ്തു എന്ന പ്രയോഗം ഉണ്ടായത്. അങ്ങനെ പറയാറ് ഇദാ തമായലത്ത് വല്ലമ്മ ബഅലുഹ ഇലാ ബഅലിൻ, മരങ്ങൾ പരസ്പരം ആടിയൊലഞ്ഞ് ഒന്ന് മറ്റൊന്നിനെ തൊടുമ്പോഴാണ് തനാക്കഹത്തിൽ അസ്ജാറു, മരങ്ങൾ പരസ്പരം നിക്കാഹ് ചെയ്തു എന്ന് പറയുന്നത്. ഭാഷയിൽ കൂടിച്ചേരുക, പരസ്പരം യോജിക്കുക എന്നൊക്കെയാണ് നിക്കാഹിനർത്ഥം. എന്നാൽ വിവാഹത്തിൻ്റെ കരാറിനും നിക്കാഹ് എന്ന് പറയും. അതുപോലെ അതിനുശേഷമുള്ള കൺസമേഷൻ, വീട്ടുകൂടൽ കഴിഞ്ഞ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ശാരീരിക ബന്ധത്തിനും നിക്കാഹ് എന്ന് പറയും. ഈ ആയത്തിൽ പറയുന്ന നിക്കാഹ്, അവൾ മറ്റൊരാളെ നിക്കാഹ് ചെയ്ത് വിവാഹമോചിതയാകാതെ ആദ്യത്തെ ഭർത്താവിന് അനുവദനീയമല്ല എന്ന് പറയുന്നിടത്ത് പറയുന്ന നിക്കാഹ്, അത് വിവാഹത്തിൻ്റെ കരാറ് മാത്രമല്ല, കൺസമേഷനാണ്, അഥവാ പരസ്പര ലൈംഗിക ബന്ധമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നു. അഥവാ പുതിയൊരാളുമായിട്ട് വിവാഹ കരാർ ഉണ്ടാക്കുകയും അവരൊന്നിച്ച് താമസിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം സ്വാഭാവികമായ രീതിയിൽ അവൾ വിവാഹമോചിതയാവുകയാണെങ്കിൽ അവൾക്ക് ആദ്യ ഭർത്താവിനെ തന്നെ വീണ്ടും നിക്കാഹ് ചെയ്യാം. ഇത് പക്ഷേ ഒരു ചടങ്ങ് എന്ന രീതിയിൽ നടക്കാറുണ്ട്. അതിനെ നിക്കാഹു തഹ്ലീൽ അല്ലെങ്കിൽ നിക്കാഹ് ഹലാല എന്ന് പറയും. 3 തവണ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയെ ഒരു വിവാഹ ചടങ്ങിലൂടെ മറ്റൊരാൾ വിവാഹം ചെയ്തുകൊണ്ട് അവരൊന്നിച്ച് താമസിക്കുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്ത ശേഷം അയാളും അവളെ ത്വലാഖ് ചെയ്ത് ആദ്യത്തെ ഭർത്താവിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങ് സാധാരണ രീതിയിൽ നടക്കാറുണ്ട്. അതിനെയാണ് നിക്കാഹ് ഹലാല എന്ന് പറയുന്നത്. അങ്ങനെ നിക്കാഹ് ഹലാലയിലൂടെ അവൾ ആദ്യത്തെ ഭർത്താവിന് അനുവദനീയമാകും എന്നത് ശരിയാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് സ്ത്രീയെ നിർബന്ധിക്കരുത് എന്ന് മാത്രമല്ല, വിവാഹമോചിതയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അനുവാദമില്ലാതെ വലിയന് അവളെ വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അവൾ ഇന്നയാളെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് വലിയനോട് പറയുകയാണെങ്കിൽ അയാളെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാനേ നിവൃത്തിയുള്ളൂ. വലിയ എന്ന് പറഞ്ഞാൽ ഉപ്പയാകാം,
ഉപ്പയുടെ ഉപ്പയാകാം, സഹോദരങ്ങളാകാം, ഉപ്പയുടെ സഹോദരങ്ങളാകാം, അങ്ങനെ ആരുമാകാം. അവർക്കൊന്നും അവൾ പറയാത്ത ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ആദ്യമായിട്ട് വിവാഹം ചെയ്യുന്ന സ്ത്രീയെ അഥവാ കന്യകയെ അവളുടെ മൗനത്തെ സമ്മതമായിട്ട് ഷാഫി മദ്ഹബിലൊക്കെ ഗണിക്കുന്നുണ്ടെങ്കിലും വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയുടെ വിഷയത്തിൽ അവളുടെ വ്യക്തമായ അനുവാദവും സമ്മതവും കൂടാതെ അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ സാധ്യമല്ല. ഹനഫി മദ്ഹബിലാണെങ്കിൽ വലിയൻ്റെ സമ്മതമില്ലാതെ തന്നെയും വിവാഹം സാധുവാണ്. അവൾക്ക് നേരിട്ട് തന്നെ വിവാഹക്കരാറിൽ ഏർപ്പെടാം, വലിയൊന്നുമില്ലാതെ തന്നെ. തുടർന്ന് അള്ളാഹു പറയുന്നു, ഫൈൻ ത്വല്ലഖഹ ഫലാ ജുനാഹ അലൈഹിമ അൻ യതറാജഅ. ഇനി പുതിയ ഭർത്താവും വിവാഹമോചനം ചെയ്താൽ ഫലാ ജുനാഹ അലൈഹിമ യതറാജഅ, അവർക്ക് രണ്ടു പേർക്കും മടങ്ങുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അഥവാ ആദ്യത്തെ ഭർത്താവിനും ഈ സ്ത്രീക്കും വീണ്ടും യോജിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇൻ ലന്ന അൻ യുഖീമ ഹുദൂദല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിധികൾ കീപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുമെന്ന നല്ല ഭാവനയുണ്ടെങ്കിൽ അവരങ്ങനെ യോജിക്കുകയാണ് വേണ്ടത്. അവരങ്ങനെ യോജിക്കുന്നതിൽ തെറ്റില്ല, അഥവാ അവരങ്ങനെ യോജിക്കുകയാണ് വേണ്ടത്. വതിൽക ഹുദൂദുല്ലാഹി യുബയ്യിനുഹാ ലിഖൗമി യഅലമൂൻ, ഇത് അള്ളാഹുവിൻ്റെ പരിധിയാണ്, അവൻ കാര്യങ്ങൾ അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ചു കൊടുക്കുകയാണ്. അഥവാ അള്ളാഹുവിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അവൻ്റെ നിർദ്ദേശങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന, അതിൻ്റെ യുക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് അവനവൻ്റെ പരിധിയെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അടുത്ത ആയത്ത് നേരത്തെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ഒരു കാര്യത്തെ വിശദീകരിക്കുകയാണ്. അതായത് ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകൾ, അവരെ നല്ല രീതിയിലൊന്നുകിൽ പറഞ്ഞയക്കണം, അല്ലെങ്കിൽ മഅറൂഫ് അനുസരിച്ചിട്ട് കൂടെ നിർത്തണം എന്ന് അള്ളാഹു പറഞ്ഞിരുന്നു. അതിനെ അള്ളാഹു ഈ ആയത്തിൽ വിശദീകരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, വൈദാ ത്വല്ലഖ്തുമുൻ നിസാഅ, നിങ്ങൾ സ്ത്രീയെ വിവാഹമോചനം ചെയ്തു, ഫബലഗ്ന അജ്ലഹുന്ന, എന്നിട്ടവരുടെ അവധി എത്തുമ്പോൾ, ഫഅംസിക്കുഹുന്ന ബിമഅറൂഫിൻ ഔ സര്രിഹുഹുന്ന ബിമഅറൂഫ്, അവരെ ഒന്നുകിൽ കൂടെ നിർത്തുക മഅറൂഫ് അനുസരിച്ചിട്ട്. മഅറൂഫിനെ നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളുണ്ട്, അതുപോലെ കോമൺലി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ചിട്ട് അവരെ കൂടെ നിർത്തുക. ഔ സര്രിഹുഹുന്ന ബിമഅറൂഫ്, അല്ലെങ്കിൽ മഅറൂഫ് അനുസരിച്ചുകൊണ്ട് അവരെ പറഞ്ഞു വിടുക. അവരെ പറഞ്ഞു വിടുന്നതിനെക്കുറിച്ച് 229 ആയത്തിൽ പറഞ്ഞിരുന്നത് തസ്രീഹും ബി എഹ്സാൻ എന്നായിരുന്നു. എഹ്സാനോടുകൂടെ അവരെ പറഞ്ഞു വിടണം. മഅറൂഫോടുകൂടെ അവരെ കൂടെ നിർത്തണം, എഹ്സാനോടുകൂടെ പറഞ്ഞു വിടണം. ഈ ആയത്തിൽ പറയുന്നത് മഅറൂഫോടുകൂടെ അവരെ പറഞ്ഞു വിടണം. സൂറ അൽ അഹ്സാബിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്തി, നിങ്ങൾ സത്യവിശ്വാസിനികളെ വിവാഹം ചെയ്താൽ, സുമ്മ തല്ലഖ്തുമൂഹുന്ന, എന്നിട്ടവരെ നിങ്ങൾ ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ, മിൻ ഖബിലി അൻ തമസ്സൂഹുന്ന, അവരെ നിങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പായിട്ട്, അഥവാ വിവാഹം കൺസമേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട്, ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദ, അവർക്ക് ഇദ്ദ നിർബന്ധമില്ല, അല്ലെങ്കിൽ അവരുടെ ഇദ്ദ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യേണ്ടതില്ല. നിക്കാഹിൻ്റെ കരാറ് മാത്രം ഉണ്ടാക്കിയ കേസിലാണ്. നിക്കാഹിൻ്റെ കരാറ് മാത്രം ഉണ്ടാക്കി വീട്ടിൽ കൂടൽ നടന്നില്ല. അങ്ങനത്തെ കേസിൽ വിവാഹമോചനം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് ഇദ്ദ നിർബന്ധമില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ഫമത്യഉഹുന്ന വസര്രിഹുഹുന്ന സറാഹൻ ജമീല, അവർക്ക് നിങ്ങൾ മത്താഹ് നൽകണം. ഒന്നുകിൽ അവർക്ക് നിശ്ചയിച്ച മഹർ കൊടുക്കണം, അല്ലെങ്കിൽ മഹർ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും നൽകണം, ഗിഫ്റ്റായിട്ട് നൽകണം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെങ്ങനെയാണ് അവരെ പറഞ്ഞു വിടേണ്ടത് എന്നതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, വസര്രിഹുഹുന്ന സറാഹൻ ജമീല, അവരെ നിങ്ങൾ പറഞ്ഞു വിടണം സറാഹൻ ജമീല, ബ്യൂട്ടിഫുള്ളായ ഒരു ഫെയർവെൽ, ഏറ്റവും നല്ല രീതിയിൽ അവരെ പറഞ്ഞു വിടണം. ജമീലായ ഭംഗിയുള്ള രീതിയിലുള്ള ഒരു ഫെയർവെലോടുകൂടെ അവരെ നിങ്ങൾ പറഞ്ഞു വിടണം. ഇങ്ങനെ ഇവിടെ പറയുന്നത് സറാഹൻ ജമീല, ഭംഗിയുള്ള ഒരു പറഞ്ഞു വിടൽ. ബഖറയിലെ ആയത്തിൽ പറയുന്നത് മഅറൂഫോടുകൂടെ പറഞ്ഞു വിടണം. ആദ്യം പറഞ്ഞു ഇഹ്സാനോടുകൂടെ പറഞ്ഞു വിടണം. അപ്പോൾ കൂടെ നിർത്തുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അവരെ വളരെ നല്ല രീതിയിൽ പറഞ്ഞു വിടുക എന്നുള്ളത്. അവരെ ദ്രോഹിക്കാൻ പാടില്ല, പറഞ്ഞു വിടുന്ന സമയത്തും ദ്രോഹം ഏൽപ്പിക്കാൻ പാടില്ല.
കൂടെ നിർത്തുകയാണെങ്കിലും ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കൂടെ നിർത്താൻ പാടില്ല. അത് ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് അങ്ങനെ പറയുന്നു. അവരെക്കുറിച്ച് എന്തെങ്കിലും ദുരാരോപണം പറയാനോ അവരുടെ വല്ല പോരായ്മയും ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനോ ഏതെങ്കിലും വിധത്തിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാനോ ഇതൊന്നും പാടില്ല. വളരെ ഭംഗിയായ വിധത്തിൽ അവരെ പറഞ്ഞു വിടണം. അവർക്ക് വല്ലതും കൊടുക്കാൻ കഴിയുമെങ്കിൽ അഡീഷണലി ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട്, കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട്, തർക്കത്തിലും കലഹത്തിലൊന്നും കലാശിക്കാത്ത വിധത്തിൽ നല്ല രീതിയിൽ അവരെ പറഞ്ഞു വിടണമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയുന്നു, വലാ തുംസിക്കുഹുന്ന ലിറാറൻ ലി തഅതദു, അവരെ നിങ്ങൾ കൂടെ നിർത്തരുത്, പിടിച്ചു നിർത്തരുത്. ലിറാറൻ, അവരെ ഉപദ്രവിച്ചുകൊണ്ട് പ്രയാസമേൽപ്പിച്ചുകൊണ്ട് കൂടെ നിർത്തരുത്. ലി തഅതദു, അവരെ ഓവർ പവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരിൽ അധികാരം ചെലുത്തിക്കൊണ്ട് അവരെ നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിർത്തരുത്. അങ്ങനെ ഉദ്ദേശത്തോടെ കൂടെ നിർത്തരുത്. കൂടെ നിർത്തുകയാണെങ്കിലും മഅറൂഫ് അനുസരിച്ചിട്ട് നല്ല രീതിയിലേ കൂടെ നിർത്താൻ പാടുള്ളൂ. വമൻ യഫ്അൽ ദാലിക ഫഖദ് ളലമ നഫ്സ, അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ ദുൽമ് ചെയ്യുന്നത് അവനോട് തന്നെയാണ്. വലാ തത്തഖിദു ആയാത്തില്ലാഹി ഹുസുവ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ, അവൻ്റെ നിയമങ്ങളെ വളരെ തമാശയോടെ, വളരെ കാഷ്വലി എടുക്കരുത്, സീരിയസ് ആയിട്ട് എടുക്കണം. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിഅമത്ത് ലഭിച്ചതിനെക്കുറിച്ച് ഓർത്തു നോക്കൂ. നിങ്ങൾ ലലാലത്തിൻ്റെ വഴികേടിൻ്റെ വക്കിലായിരുന്നു. നിങ്ങൾക്കൊരു ദൂതനെ നിയോഗിച്ച് വെളിച്ചം നൽകി. നിങ്ങളവൻ ഹിദായത്തിൻ്റെ വാഹകരാക്കി, മൊത്തം മനുഷ്യർക്ക് സാക്ഷികളാക്കി. അങ്ങനെയൊക്കെ നിങ്ങളോട് അവൻ ചെയ്ത നിഅമത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മത്തി യഇളുക്കും ബിഹി, ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവൻ അവതരിപ്പിച്ച കിതാബ്, അവൻ്റെ നിയമങ്ങൾ, അതുപോലെ ഹിക്മത്ത്, ഇത് രണ്ടും നിങ്ങൾ ഓർക്കൂ. വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകൂ. വഅലമു, നിങ്ങൾ അറിയൂ. അന്നല്ലാഹ ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അവൻ്റെ ഇൽമിൻ്റെ പുറത്തൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അവൻ സദാ എല്ലാം അറിയുന്നുണ്ട് എന്ന ബോധത്തോടെ അവനെ സൂക്ഷിച്ചുകൊണ്ട്, അവൻ്റെ ആയത്തുകളെ തമാശയാക്കാതെ, അതിനെ പരിഹസിക്കാതെ, അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട്, അവൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ ഓർത്തുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒന്നുകിൽ ഭാര്യയെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൂടെ നിർത്തണം. നിങ്ങൾ അവരെ ഉപദ്രവമേൽപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഖദ് ലലമ നഫ്സ, സ്വന്തത്തോട് തന്നെയാണ് നിങ്ങൾ ദുൽമ് ചെയ്യുന്നത്. ഇവിടെ അള്ളാഹു കിതാബിൻ്റെ കൂടെ ഹിക്മത്തും കൂടെ പറഞ്ഞിരിക്കുന്നു. ഖുർആനിലുള്ള ഒന്നാണ് ഹിക്മത്ത്, കിതാബിൻ്റെ കൂടെ. കിതാബ് എന്ന് പറഞ്ഞാൽ നിയമമാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അണ്ടർലൈങ് പ്രിൻസിപ്പിളാണ്. ഹിക്മത്തിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അത് ഇൽമും അതുപോലെ ഹിൽമും അദിലും ചേർന്നതാണ്. അതിൽ ഇൽമുണ്ട്, വിജ്ഞാനമുണ്ട്. ഹിൽമ് അഥവാ വിവേകം, അതുപോലെ അദിൽ, നീതി, ഇതൊക്കെ ചേർന്നതാണ് ഹിക്മത്ത്. ഒരു കാര്യം എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അത്തരത്തിലുള്ള വിവേകം, അതുപോലെ അദിൽ, അത് ഏതളവിൽ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് രീതി ഏതാണ്, ഇതൊക്കെ അറിയുക എന്നുള്ളതാണ് ഹിക്മത്ത്. നിയമം മാത്രം അറിഞ്ഞാൽ പോരാ. നിയമവും നിയമത്തിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള തത്വവും ഒക്കെ അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഖുർആനിൽ തന്നെ അടങ്ങിയതാണ് ഹിക്മത്തും. അതുകൊണ്ട് ഖുർആൻ്റെ ഒരു വിശേഷണമായിട്ടും ഖുർആൻ ഹിക്മത്തിനെ പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആനുൻ ഹക്കീം, ഹിക്മത്തുള്ള ഖുർആൻ എന്ന് ഖുർആനെ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ, അവൻ അവതരിപ്പിച്ച കിതാബും ഹിക്മത്തും എന്ന് പറയാൻ കാരണം. അള്ളാഹു അവതരിപ്പിച്ചതാണ് കിതാബ് അഥവാ നിയമങ്ങൾ. ഖുർആനിൽ നിയമങ്ങളുണ്ട്, ഖുർആനിൽ ഹിക്മത്തുമുണ്ട്. ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ, ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകൾ, അവർ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഭർത്താവ് അവരെ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പരസ്പരം വളരെ തൃപ്തിയോടെ ഒന്നിക്കാൻ, വീണ്ടും നിക്കാഹ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തടയരുത് എന്ന് വലിയന് നൽകുന്ന നിർദ്ദേശമാണ്. ഈ നിർദ്ദേശം 1ഉം 2ഉം ത്വലാഖ് ചെല്ലപ്പെട്ട കേസിലാണ്, തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാഖിൻ്റെ കേസിലാണ്, റജഇയായ ത്വലാഖിൻ്റെ വിഷയത്തിലാണ്. വൈദാ ത്വല്ലഖ്തുമുൻ നിസാഅ ഫബലഗ്ന അജ്ലഹുന്ന ഫലാ തഅളുലുഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുന്ന ഇദാ തറാലൗ ബൈനഹും ബിൽ മഅറൂഫ്. നിങ്ങളെ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തു, അവരുടെ ഇദ്ദ കഴിഞ്ഞു, അവർ സ്വതന്ത്രരായി. അങ്ങനത്തെ കേസിൽ അവരുടെ ഭർത്താവിനെ, അവരുടെ ഭർത്താക്കന്മാരെ അവർ തൃപ്തിയോടെ, പരസ്പരം തൃപ്തിയോടെ, ഇദാ തറാലൗ ബൈനഹും,
അവർക്കിടയിൽ പരസ്പരം തൃപ്തിയുണ്ടെങ്കിൽ ബിൽ മഅറൂഫ്, മഅറൂഫ് അനുസരിച്ച് തൃപ്തിയുണ്ടെങ്കിൽ, മഅറൂഫോടെ തൃപ്തിയുണ്ടെങ്കിൽ ഫലാ തഅലുലുഹുന്ന അൻ യങ്കിഹന, അവർ വിവാഹം ചെയ്യുന്നതിനെ നിങ്ങൾ തടയരുത്. അവർ വിവാഹം ചെയ്തോട്ടെ, രണ്ടാമത് അവർക്ക് വിവാഹം ചെയ്യാം. ഒന്നാമത്തെ ത്വലാഖാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ത്വലാഖാണെങ്കിലൊക്കെ ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു പുതിയ നിക്കാഹിലൂടെ ഇവർക്ക് യോജിക്കാം. ത്വലാഖ് ചെയ്തു, ഇദ്ദ പീരീഡ് കഴിഞ്ഞു, തിരിച്ചെടുത്തില്ല. ഇദ്ദയുടെ ഇടയിൽ തിരിച്ചെടുക്കാമായിരുന്നു, പക്ഷേ തിരിച്ചെടുത്തില്ല. അങ്ങനെ ത്വലാഖ് സംഭവിച്ചു, സ്ത്രീ സ്വതന്ത്രയായി. പിന്നെ പഴയ ഭർത്താവിന് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതേസമയം നിക്കാഹിലൂടെ അവർക്ക് വീണ്ടും ഒന്നിക്കാം. ഇത് 2 ത്വലാഖ് ചൊല്ലി മൂന്നാമത്തെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പറ്റില്ല. അവിടെ ബായിനായ ത്വലാഖാണ്. പിന്നെ ആ സ്ത്രീ മറ്റൊരാൾ വിവാഹം ചെയ്ത് ത്വലാഖ് ചൊല്ലിയാൽ മാത്രമേ ആദ്യത്തെ ഭർത്താവിന് ഹലാലാകുന്നുള്ളൂ. അല്ലാത്ത കേസിൽ അവർ യോജിക്കുന്നുണ്ടെങ്കിൽ, അവർ പരസ്പര തൃപ്തിയോടെ യോജിക്കുന്നുണ്ടെങ്കിൽ അവരെ തടയരുത്. ദാലിക യുഅലു ബിഹി മൻ കാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും ഈമാനുള്ളവർക്ക് അള്ളാഹു നൽകുന്ന ഉപദേശമാണത്. ദാലിക അസ്കാലക്കും വാത്തുഹറു, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്മ നിറഞ്ഞതും ഏറ്റവും സംശുദ്ധമായതും അതാണ്. അവരങ്ങനെ പരസ്പര തൃപ്തിയോടെ ഒന്നിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കട്ടെ, അതാണ് ഏറ്റവും ബെസ്റ്റ്. വല്ലാഹു യഅലമു വഅന്തും ലാ തഅലമൂൻ, അള്ളാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾക്കറിയില്ല. അടുത്ത 5 ആയത്തുകളിൽ കൂടി തലാഖിനെക്കുറിച്ചും ഇദ്ദയെക്കുറിച്ചും തന്നെയാണ് അള്ളാഹു പറയുന്നത്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.